കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ആ സ്ട്രെസ് വരുന്നതെന്നാണ് നമ്മൾ യൂഷ്വലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കോൺസെൻട്രേറ്റഡ് ലോഡ് എർത്തിൻ്റെ ഒരു ഗ്രൗണ്ട് സർഫസിൽ ആക്ട് ചെയ്യണം. ആ ഗ്രൗണ്ട് സർഫസിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്താൽ ഒരു പർട്ടിക്കുലർ ഡെപ്ത് ഇസഡിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റും ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണേണ്ടത് ആ പോയിന്റും ലോഡും തമ്മിലിരിക്കുന്ന റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. ആ ലോഡിൻ്റെ ആക്സിസ് ലൈനും ആ പോയിന്റും തമ്മിലുള്ള പോളാർ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. മറ്റേത് പോളാർ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അത് വെച്ചിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമോ? എനിക്ക് നോട്ട് ഗ്രൂപ്പിൽ ഇട്ട് തന്നില്ലായിരുന്നോ? ഇതിന്റെ ഇട്ടിട്ടില്ല മിസ്സർ. ഉണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി കഴിഞ്ഞായിരുന്നില്ല. കൈ തട്ടി മാറിപ്പോയത്. ആ 150 കിലോന്യൂട്ടൺ ആക്ടിങ് ഓൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്? ആക്ടിങ് ഓൺ ദി ഗ്രൗണ്ട് സർഫസ്. GS ഗ്രൗണ്ട് സർഫസ് ബൈ ബോസ്നസ് ഇക്വേഷൻ. എഴുതിയോ? പറയട്ടെ. ഒരു വെർട്ടിക്കൽ സ്ട്രെസ് കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. ബോസ്നസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഡെപ്ത് എത്രയായിരുന്നു? ഇസഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.5 മീറ്റർ. 2.5 ആണോ? 3 മീറ്റർ അല്ലേ? ഡെപ്ത് 3 മീറ്റർ ആണ്. വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് 0.3 മീറ്റർ ബിലോ ദി ഗ്രൗണ്ട് ലെവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ അവിടെ നിന്ന് ഇതുപോലെ 3 മീറ്റർ മാറിയുള്ള ഒരു പോയിന്റിലെയാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 150 അല്ലായിരുന്നോ? 150 കിലോ ന്യൂട്ടൺ ആണ്. ആ ലോഡിൻ്റെ ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് പിയിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1.5 അല്ലേ? 1.5 ആണ്. 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് പോയിന്റ് പി അല്ലെങ്കിൽ ഇസഡിലെ പോയിന്റ് പിയിലെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനാണ് ഇക്വേഷൻ.
അപ്പം നമ്മുടെ ഇക്വേഷൻ എഴുതുക 3q/2πz² ഇൻറ്റു 1/1 പ്ലസ് r/z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 5/2. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ചെയ്യുമ്പം നോക്കുക, ഇസഡ് 3 മീറ്റർ, യൂണിറ്റ് ഒരുപോലെ ആക്കുക. 3 മീറ്റർ ആണ്, 150 കിലോ ന്യൂട്ടൺ. സ്മോൾ ലെറ്റർ r സെൻറ്റിമീറ്ററിലാണ്. അതിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം 2.5 ഇൻറ്റു 10⁻². കിട്ടിയ ആൻസർ ഹലോ സെവൻ പോയിന്റ് 96 ആണ്. 7.96. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? 7.95. അടുത്ത് പറഞ്ഞോട്ടെ. ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ സ്ട്രെസ് ബിനീത്ത് ലോഡഡ് ഏരിയ ഓഫ് സ്ട്രിപ്പ് റെക്റ്റാങ്കുലർ സർക്കുലർ. ഒരു സ്ട്രിപ്പ് ലോഡ് വരുമ്പം, അതായത് ഒരു
ലെങ്ത് വൈസ് ലോഡ് വരുമ്പം പിന്നെ ഒരു റെക്റ്റാങ്കുലർ ഏരിയയിൽ ലോഡ് വരുമ്പം സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ലോഡ് വരുന്നത്, അല്ലെങ്കിൽ ലോഡ് സർക്കുലർ ആയിട്ടാണ് വരണമെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നതെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ കേസ് സ്ട്രിപ്പ് ലോഡ്. ഓക്കെ, സ്ട്രിപ്പ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൗണ്ട് സർഫസ് ആണ്. ഈ ഗ്രൗണ്ട് സർഫസിൽ ഒരു UDL പോലെ ലെങ്ത് വൈസ് ലോഡ് ആക്ട് ചെയ്യണം. ആ ലോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ B ആണ്. നമുക്ക് ആ ലോഡിൻ്റെ എക്സാക്ട്ലി ലോഡ് സ്ട്രിപ്പ് ലോഡാണ്. ആ സ്ട്രിപ്പ് ലോഡിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് Z ഡെപ്തിലുള്ളൊരു പോയിന്റ് P ബിലോ ദി സെൻറ്റർ ഓഫ് ദി സ്ട്രിപ്പാണ്. സ്ട്രിപ്പ് ലോഡിൻ്റെ എക്സാക്ട് സെൻറ്ററിൻ്റെ നേരെ താഴെയുള്ളൊരു പോയിന്റ്, Z ഡെപ്തിൽ താഴെയുള്ളൊരു പോയിന്റിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. അത് ഗ്രൗണ്ട് സർഫസിന് Z ഡിസ്റ്റൻസിലാണ്. സ്ട്രിപ്പ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ Q kN/m ആണ്. UDL പോലെ. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ B ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ലൈനിൽ, അതായത് പോയിന്റ് P ബിലോ ദി സെൻറ്റർ ഓഫ് ദി സ്ട്രിപ്പ്, ഈ സ്ട്രിപ്പ് ലോഡിൻ്റെ സെൻറ്ററിൽ നേരെ താഴെയുള്ള ഒരു പോയിന്റിലെ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സിഗ്മ Z ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ A ഇൻറ്റു 2θ പ്ലസ് സൈൻ 2θ. തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററും ആ പോയിന്റ്, ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണേണ്ടത് ആ പോയിന്റും ഈ ലോഡിൻ്റെ സ്റ്റാർട്ടിങ്ങും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ഈ തന്നിരിക്കുന്ന ആംഗിളാണ് തീറ്റ. ജസ്റ്റ് ഇത് എഴുതാം, വെർട്ടിക്കൽ സ്ട്രെസ് ഓഫ് അണ്ടർ എ സ്ട്രിപ്പ് ലോഡ് എന്ന് എഴുതാം. അതിൽ ആദ്യത്തെ കേസ് പോയിന്റ് P ബിലോ ദ സെൻറ്റർ ലൈൻ ഓഫ് ദ സ്ട്രിപ്പ്, ഇക്വേഷൻ എഴുതാം. ഫിഗർ ഓൾറെഡി നോട്ടിലുണ്ടല്ലോ, ഫിഗർ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഫിഗർ പെട്ടെന്ന് വേണമെങ്കിൽ സൈഡിൽ വരച്ച് വെച്ചോ. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതാം. ഇതിന് ഡെറിവേഷൻ ഉണ്ട്. ആക്ച്വലി ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഡെറിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു നമ്മൾ ചെറിയൊരു എലമെൻറ്റ് അറ്റ് സെൻറ്ററിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറി DX ലെങ്ത്തിന് ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമുക്ക് ആ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കാനില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പിന്റെ ഏരിയ, ഫൗണ്ടേഷൻ, ആ ഒരു പോർഷന്റെ ഏരിയ. അതെങ്ങനെയാ വരിക അപ്പോൾ ആ ഏരിയ? Q/A അല്ല, സോറി, പൈ. Q/π, വെരി സോറി, Q/π. Q/π ആണ്. Q/π ഇൻറ്റു 2θ പ്ലസ് സൈൻ 2θ. വെരി സോറി, പൈ ആണ് കേട്ടോ, A അല്ല. എഴുതിയോ? ഇത് തുടക്കം മുതലൊന്ന് റിവ്യൂ എടുത്ത് തരണേ ഞങ്ങൾക്ക്. അത് എക്സാം ആകുമ്പോഴേക്കും നോക്കാം. എക്സാം ആവുമ്പോഴേക്ക് എന്തായാലും എടുത്ത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ പെട്ടുപോകും. കുറച്ചെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോണെങ്കിൽ, ഞങ്ങൾക്ക് എന്റെ കാര്യമാണ്. എടുത്തുതരാം. അതിനെങ്ങനെയാണ് ഈ ഓൺലൈൻ തന്നെ എങ്ങനെയാന്നുള്ളത് നോക്കാം. കാരണം ഒരു ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എസ്പോറിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇത്. മനസ്സിലായി. ബുക്ക് തുറന്നെടുത്ത് വെച്ച് ഓരോ പോയിന്റും വായിച്ച് വ്യക്തമായി പോവാതെ പഠിക്കാൻ കുറച്ച് പാടാണ് ഫസ്റ്റ് ടൈം. കുറെ ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒന്ന് ഹെൽപ്പ് ചെയ്താലേ കയറി പോകാൻ പറ്റും. അത് ഉറപ്പായിട്ടും ചെയ്യാം. കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം കൂടി പറ്റുമെന്ന് തോന്നണില്ല, പക്ഷെ അതെങ്ങനെ നോക്കട്ടെ, പ്ലാൻ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഒന്ന് ഒരു റിവ്യൂ ക്ലാസ് പോലെ വെച്ചാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. ഈ GT1 ഏറ്റവും വലിയ പ്രശ്നം അതാ, എങ്ങനെ വേണേലും ചോദിക്കാം. കാരണം ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ഇക്വേഷൻസ് വെച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെ വേണേലും ചോദിക്കാം. സെക്കൻഡ് മൊഡ്യൂളിലും പിന്നെ നമുക്കൊരു ഇതുണ്ട്. തേർഡ് മൊഡ്യൂളിൽ പിന്നെ ഈ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് ഇനി ഒരു ടോപ്പിക്, 2 ടോപ്പിക്കും കൂടെ ഉണ്ട്. എന്നാലേ തേർഡ് മൊഡ്യൂൾ തീരുള്ളൂ. ഇത് നോക്കട്ടെ, പറയാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമായിരിക്കും, അതൊന്നും കൂടെ നോക്കിയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് പറയാം. കാരണം പുതിയ സ്കീമിൽ ആദ്യമായിട്ട് വരുന്നതല്ലേ, അത് വരും എന്തായാലും. അപ്പോൾ അതിനനുസരിച്ച് പറയാം. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റ്, ഇപ്പം നമ്മൾ സ്ട്രെസ് കാണേണ്ട പോയിന്റ് എക്സാക്ട്ലി സെൻറ്ററിലായിരുന്നു.
ഇനി നമ്മുടെ സ്ട്രെസ് കാണേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ്, രണ്ടാമത്തെ കേസ് പോയിന്റ് പി നോട്ട് ബിലോ ദി സെൻറ്റർ. ആ ലോഡിൻ്റെ എക്സാക്ട് സെൻറ്ററിലല്ല, വേറെ എത്രയോ ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലോഡ്. ഓക്കെ, ഈ ലോഡ് ഇതാണ്, ഗ്രൗണ്ട് സർഫസ് ഇതാണ്. പോയിന്റ് ഇരിക്കുന്നത് ഈ ലോഡിൽ നിന്ന് ഡിസ്റ്റൻസ് മാറി, ഇതാണ് നമ്മുടെ പോയിന്റ്. നേരത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, സ്ട്രെസ് കാണേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ താഴെയായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, വേറെ എവിടെയോ ഒരു ഡിസ്റ്റൻസ് മാറിയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ z is equal to q by pi into 2 theta plus sin 2 theta cos 2 phi. 2 theta എന്ന് പറഞ്ഞാൽ β2 മൈനസ് β1 ആണ്. 2 phi എന്ന് പറഞ്ഞാൽ β1 പ്ലസ് β2. ഇതിൽ β1 എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഇത് ഒരു വെർട്ടിക്കൽ ലൈൻ, പോയിന്റ് ഇതാണ്. അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്താൽ അതും ഈ സ്ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്, ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β1. β2 എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈനും ലോഡ് എൻഡ് ചെയ്യുന്ന പോയിന്റും ഇവിടുത്തെ പോയിന്റും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β2. ദെൻ ഈ വെർട്ടിക്കൽ ലൈനും ഈ ലോഡിൻ്റെ സെൻറ്ററും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β2 തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ. രണ്ട് ലോഡിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും തമ്മിൽ ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണേണ്ടത് ആ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ, അതാണ് 2 തീറ്റ. അപ്പോൾ ഇക്വേഷൻ എഴുതുക. കേസ് എന്ന് പറയുന്നത് പോയിന്റ് പി ഈസ് നോട്ട് ബിലോ ദി സെൻറ്റർ ഓഫ് ദി സ്ട്രിപ്പ്. എന്താണ് ഇതിന്റെ ഹെഡിങ്? പോയിന്റ് പി not below the center of the strip. ഇവിടെയും 2π തന്നെയാണ് മിസ് പറഞ്ഞത്. 2π അല്ല, പൈ ഉള്ളൂ. q by പൈ. ഓക്കെ, പൈ ഉള്ളൂ, 2π ഇല്ല കേട്ടോ. q by പൈ ആണ്, 2π അല്ല. q by പൈ ഇൻറ്റു 2 തീറ്റ സൈൻ 2 തീറ്റ കോസ് 2 phi. 2 തീറ്റ എന്ന് പറഞ്ഞാൽ β2 മൈനസ് β1, 2 phi എന്ന് പറഞ്ഞാൽ β1 പ്ലസ് β2. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, വളരെ റെയറായിട്ടൊരു കേസാണിത്. പ്രോബ്ലം ചോദിച്ച് കാണുന്ന കേസുകൾ ഞാൻ പറയാം. ഇപ്പം ആദ്യം ചെയ്ത കോൺസെൻട്രേറ്റഡ് ലോഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി താഴേക്ക് വരുന്നതിൽ നിന്നാണ് ചോദിച്ചു തരുന്നതാണ്. ഈ സ്ട്രിപ്പ് ലോഡ് അങ്ങനെ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. cos 2 phi ആണോ? cos 2 phi. phi എവിടെയാ വരുന്നത്? ഇവിടെ phi എന്ന് പറഞ്ഞാൽ β1 β2 കണ്ടില്ലേ? β1 എന്ന് പറഞ്ഞാൽ ഈ ആംഗിള്, ഈ വെർട്ടിക്കൽ പോയിന്റിന്റെ വെർട്ടിക്കൽ പോയിന്റ്, നമ്മൾക്ക് ഏത് പോയിന്റിലാണ് സ്ട്രെസ് കാണേണ്ടത് അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ആ വെർട്ടിക്കൽ ലൈനും ലോഡിന്റെ സ്റ്റാർട്ടിങ്, ലോഡ് തുടങ്ങുന്ന ഈ പോയിന്റിലാണ്. അപ്പോൾ ആ ലോഡും തമ്മിൽ, ഈ ലോഡിന്റെ ഇവിടെ തുടങ്ങണം, അപ്പോൾ അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β1. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈനും ലോഡിന്റെ എൻഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് β2. ബീറ്റ എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലൈനും ലോഡിൻ്റെ എക്സാക്ട് സെൻറ്ററിലൊരു പോയിന്റ് എടുത്താൽ അങ്ങോട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് β2 നിന്ന് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ. β1ഉം β2ഉം കൂടെ കാണുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഇതൊരു 3D ആയിട്ട് കണ്ടാൽ മാത്രമേ ഒരു സർക്കിൾ ചെയ്ത് വരും. ആ ആംഗിൾ ഫുൾ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് പറയണേ.
ഇതിന്ന് മനസ്സിലാവുന്നില്ല. β2 ഫുള്ളായിട്ട് കിടക്കുകയാണല്ലോ, പിന്നെ β1 ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തേക്കണേ. വെർട്ടിക്കൽ ലൈനിൽ നിന്ന് ഏറ്റവും എൻഡ് വരെ β2 ആണെങ്കിൽ പിന്നെ β1 ആഡ് ചെയ്യുന്നതിന്റെ സംഗതി മനസ്സിലാവണില്ല. അതിൻ്റെ ഇതിനകത്ത് അവർ പറയണ β1 β2 എന്ന് പറയുന്നത് മൈനസ് ഓഫ് β1 ആണ്. അത് ആ ഡെറിവേഷനിലാണ് വരുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണ്ടല്ലോ എന്ന് ഓർത്താ. ഈ β1 ശരിക്കും വരുന്നത് β2 എന്ന് പറയുന്നത് മൈനസ് ഓഫ് β1 എന്ന് പറഞ്ഞ രീതിയിലാണ്. അത് അങ്ങനെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോഴാണ് β1 പ്ലസ് β2 വരുന്നത്. ആ ഡെറിവേഷനിൽ പറഞ്ഞു പോണ കാര്യമാണ്. ഓക്കെ, തൽക്കാലം അത് ഇക്വേഷൻ പഠിക്കാം. ഇനി ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഹലോ, ക്വസ്റ്റ്യൻ എഴുതിയോ? യെസ്. ഓക്കെ, ഒരു ലോങ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. 2 മീറ്റർ വിഡ്ത്തായിരുന്നു ഇതിനുള്ളത്. ഒരു ലോഡ് ഉണ്ട്, 400 kN per meter ആണ്. കാൽക്കുലേറ്റ് ദ മാക്സിമം സ്ട്രെസ് അറ്റ് എ ഡെപ്ത് ഓഫ് 5 meter ബിലോ ദി സെൻറ്റർ ലൈൻ ഓഫ് ദി ഫൂട്ടിംഗ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എന്തായിരുന്നു? ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ആ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? 2 മീറ്റർ. ബി എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ദെൻ ലോഡ് തന്നിട്ടുണ്ട് 400 kN per meter ആണ്. നമ്മൾ ഇങ്ങനെ ഏരിയ ലോഡിൽ, അതായത് സ്ട്രിപ്പ്, അതുപോലെ സർക്കുലർ, റെക്റ്റാങ്കുലർ, ഇതിലൊക്കെ നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കാണുമ്പോൾ ഏരിയ ലോഡായിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതായത് പെർ മീറ്റർ സ്ക്വയറിൽ എത്ര ലോഡാണോ വരുന്നത് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kN per meter സ്ക്വയറിലായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് പെർ മീറ്റർ ലെങ്ത്തിലുള്ള ഈ ലോഡാണ്. അതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു m² എത്ര ലോഡ് വരുന്നു എന്നുള്ള രീതിയിൽ ആക്കി മാറ്റണം.
സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 400 ഡിവൈഡഡ് ബൈ ആ തന്നിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു 200 kN/m². അങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാൻ, ലോഡ് പെർ മീറ്റർ സ്ക്വയറിലല്ല തന്നേക്കുന്നതെങ്കിൽ. ഇനി പിന്നെന്താ, ഇസഡ് തന്നിട്ടുണ്ട് 5 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് സ്ട്രിപ്പ് ലോഡ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലാണ് നമ്മുടെ പോയിൻ്റ്. ആ ഡെപ്ത് തന്നിരുന്നത് എത്രയാണ്, 5 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി എന്ത് നമ്മുടെ ഇക്വേഷൻ എഴുതാം. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്, Q/π ഇൻറ്റു 2θ പ്ലസ് സൈൻ 2θ ആണ്. അപ്പം Q അറിയാം, അതിനെ നമ്മൾ ഏരിയയിലോടാക്കി വേണം ചെയ്യാൻ. പൈ ഓക്കെ, തീറ്റ കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 2 മീറ്റർ വിഡ്ത്താണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഇത് 1 മീറ്റർ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. അപ്പോൾ തീറ്റ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടാൻ വെച്ചിട്ടുണ്ട്. ടാൻ വെച്ച് കണ്ടുപിടിക്കാം. ടാൻ തീറ്റ is equal to 1/, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/6 ആയിരിക്കും. തീറ്റയുടെ 1/5 അല്ലേ, 1/5 ആയിരിക്കും. അപ്പം തീറ്റ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് 1/5 ആയിരിക്കും. തീറ്റ കിട്ടിയോ? തീറ്റയുടെ വാല്യൂ 11.31 ഡിഗ്രി അല്ലേ, 11.31 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ റേഡിയനിലാക്കി എഴുതണം. എന്നിട്ട് ഈ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരെണ്ണം റേഡിയനിലും ഒരെണ്ണം ഡിഗ്രിയിലും വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 11.3, അതിനെ റേഡിയനിലാക്കാൻ എന്ത് ചെയ്യണം, 11.31 ഇൻറ്റു π/180 വെച്ച് ചെയ്താൽ മതി. അപ്പോൾ റേഡിയനിൽ കിട്ടും. എന്തിനാ അങ്ങനെ ചെയ്യണം? നമ്മൾ അത് പറയാം, റേഡിയനിലാക്കിയിട്ട് വേണം ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫാക്ടർ cos 2θ വലിയൊരു തീറ്റ വാല്യൂ വന്നിരുന്നത്, അത് വളരെ ചെറുതായതുകൊണ്ടാണ് നമ്മൾ അതിനെ മിനിമൈസ് ചെയ്ത് 2θ ആക്കിയിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ആ 2θ ഇടുമ്പം നമ്മൾ റേഡിയനിൽ കൊടുക്കണം. സൈൻ്റെ കൂടെ ഇടുന്ന 2θയിൽ ഡിഗ്രിയിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അത് ഇക്വേഷൻ മനസ്സിലായില്ല. അത് 2θ അത് എങ്ങനെയാണ് ഇക്വേഷനിൽ വരുന്നതാണോ? ആ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന തീറ്റ ഈ ഇക്വേഷനിൽ നമുക്ക് അത് റേഡിയനിൽ കൊടുക്കണം എന്ന് അറിയില്ലല്ലോ. അങ്ങനെ വേണം, അതല്ലേ ഞാൻ പറഞ്ഞു തന്നെ. ഈ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പം തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 11.31. അതിനെ റേഡിയനിലേക്ക് ആക്കുക. റേഡിയനിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണേ, ഏകദേശം 0.395 എന്ന് കിട്ടും. അപ്പം 197. 2θ ആക്കുമ്പോഴോ 0.395 റേഡിയൻ വരും. ഓക്കെ, എന്നിട്ട് ഈ 2θ എന്ന് പറയുന്നത് ഇത് വേണം കൊടുക്കാൻ. ദെൻ സൈനിൻ്റെ കൂടെ നമ്മൾ 2 ഇൻറ്റു 2θ ഉണ്ട്, അവിടെ നമ്മൾ കൊടുക്കുമ്പം സൈൻ 2 ഇൻറ്റു ഡിഗ്രിയിൽ വേണം കൊടുക്കാൻ, 11.31 ഡിഗ്രി. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇത് ഡിറൈവ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ തീറ്റ, ആദ്യത്തെ തീറ്റ റേഡിയനിലും 2θ എന്ന് പറയുന്ന റേഡിയനിലും, സെക്കൻഡ് സൈൻ്റെ കൂടെ വരുന്ന തീറ്റ ഡിഗ്രിയിലിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ ഒപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതി ചേർക്കണം, കാരണം അല്ലെങ്കിൽ പിന്നീട് ഓർമ്മയുണ്ടാവില്ലേ. ഒക്കെ എഴുതി വെച്ചോളൂ.
ടു തീറ്റ എന്ന് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പോലെ മാം പറഞ്ഞാലാണ് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ എന്താണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം ചെയ്യ്. ടു തീറ്റ ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ റേഡിയൻ. 2 theta should be substituted in radian and sin 2 theta should be in degree. അങ്ങനെ എഴുതിയ മനസ്സിലാവില്ലേ? 2 തീറ്റ എന്ന് പറയുന്നത് റേഡിയനിൽ വേണം കൊടുക്കാൻ, സൈൻ 2 തീറ്റയിലെ ഡിഗ്രിയിൽ വേണം ഇടാൻ. അങ്ങനെ ഇട്ടാലാണ് അതിന് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അത് ഡെറൈവ് ചെയ്ത ആൾ ആ രീതിയിലാണ് അതിനെ ഡെറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. കിട്ടിയ ആൻസർ സിഗ്മ ഇസഡ്. സിഗ്മ ഇസഡ് കിട്ടിയോ? 47.32 ആണ്. 47 ആണ് കിട്ടിയത്. 49 ആണ് കിട്ടിയത്. അപ്പം നിങ്ങളെടുത്ത ഡെസിമലിനനുസരിച്ചുള്ള വേരിയേഷൻ കാണും. 0.395 ഡിഗ്രി ഇട്ടപ്പോൾ 11.31 തൊട്ടാണ് ചെയ്തെങ്കിൽ 49.6 വരുന്നത്. $49.6319. 49.63 ആണ് വരുന്നത്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? ഹലോ, എന്തോ എന്നെ എന്തോ ഓക്കെ, നിങ്ങൾ ചെയ്തോ? അടുത്ത കേസ് പറയാണ്. vertical stress under circular area. ഒരു സെക്കൻഡ് കേട്ടോ, 2 മിനിറ്റ്, ഇപ്പോൾ വരാവേ.
അത് സാറേ ആ കോഴ്സിനല്ലേ ശരിക്കും ഡിഗ്രി ഇടണ്ടേ? ഞാനൊരു ഫോണിലാണ് ഇപ്പൊ പറയാം. സൈൻ അല്ലല്ലോ. എനിക്കത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ 47 കിട്ടണ, എന്താണെന്ന് അറിയില്ല. അല്ല അവര് ഇത് ചെയ്തു വെച്ചേക്കണത് കോഴ്സിലല്ലേ ഡിഗ്രി ഇട്ടേക്കണേ. ടീച്ചർ പറഞ്ഞു തന്നേക്കണേ സൈനിലല്ലേ. സൈൻ 2 തീറ്റയ്ക്കല്ലേ ഡിഗ്രി കൊടുക്കാൻ പറഞ്ഞേ. സൈൻ ജൂലി 2 എന്നാ തീറ്റയ്ക്ക് ഡിഗ്രി കൊടുക്കണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ പൈ ഇൻറ്റു 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ അല്ലേ. അപ്പൊ 2 തീറ്റയ്ക്ക് റേഡിയന്റും സൈൻ 2 തീറ്റയ്ക്ക് തീറ്റ ഡിഗ്രിയും, അങ്ങനെയല്ലേ? പിന്നെ കോസ് 2 പൈയോ അത് ഇക്വേഷനിൽ വരുന്നുണ്ടോ? ആദ്യത്തെ കേസ് ചെയ്യണം നമ്മള്. അത് ഓക്കെ വരുന്നില്ല, ശരി ശരി ശരി. ഫസ്റ്റ് കേസിൽ വരണ്ട്. ഓക്കെ. 49 ആണ് കിട്ടിയല്ലേ എല്ലാവർക്കും? 49 അത് സാറ് സൈൻ ഇട്ടിട്ട് നോക്കി നോക്ക്. സൈൻ ഇട്ടിട്ട് 2 × 11.3 ഡിഗ്രി ഇട്ട് ചെയ്യും, അപ്പൊ കിട്ടും. അങ്ങനെ തന്നെ ചെയ്ത ഞാൻ. സൈൻ 2 ഇൻറ്റു 11.31 ഡിഗ്രി. അപ്പൊ 0.384 കിട്ടിയാ? സൈൻ 2 1.31 ഡിഗ്രി 0.348 അല്ലേ? 384. അതിലെന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ബ്രാക്കറ്റ് ഇട്ടുണ്ടോ? സൈൻ ബ്രാക്കറ്റ് ഉണ്ട്. സൈൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റില് 2 × 11.31 ഡിഗ്രി അടിച്ചാ എന്നിട്ട് ഈക്വൽ അടിക്കുമ്പോ കിട്ടുന്നില്ല. ഇല്ല, സൈൻ ബ്രാക്കറ്റ് 2 × 11.31 ഡിഗ്രി. 2 × 11. അങ്ങനെ തന്നെ കിട്ടിയില്ലേ? കിട്ടി. കിട്ടിയില്ലെങ്കിൽ പറ. എന്തായാലും നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാണ്? ഞാനൊരു 10 പ്രാവശ്യം ചോദിക്കണോ കിട്ടിയോന്ന്. ഓക്കെ, അടുത്ത് പറയട്ടെ. ബേസ് ക്ലിയർ ആവണല്ലേ മാം ക്ലാസ്സിൽ? അതാണ് പ്രശ്നം. ഇതിലിപ്പോ ഇങ്ങനെ ഒരു പോയിന്റ് അല്ല, എന്താ വെച്ചാല് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന എനിക്കുള്ള പ്രശ്നമാവും ചിലപ്പോ. ഈ ബേസ് അങ്ങോട്ട് ക്ലിയർ ആയി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അത്ര ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എക്സാമിന് വരുമ്പോ ഒരു രക്ഷയും കിട്ടുന്ന എനിക്ക് തോന്നണില്ല. ഇതിനകത്ത് മെയിൻ പ്രശ്നം ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ടല്ലോ, അല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു 1.5 പേജ് ഡെറിവേഷനാണ്. ആ ഡെറിവേഷനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടാണ് ഇവർ കൊടുത്തേക്കണേ. ഞാൻ ആ ഡെറിവേഷൻ മുഴുവൻ പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാം. കാരണം ആ ഡെറിവേഷൻ ഒന്നും ചോദിക്കാറില്ല. ഇത് ജസ്റ്റ് നമ്മൾ ആ ഫിഗറിൽ ഞാൻ കാണിക്കേണ്ട എന്താണ് സംഭവം. അവർ ആ ഫിഗർ പോലും കാണിക്കാൻ പറയണില്ല. ഒരു ഏരിയയിൽ ഒരു പോയിന്റ് അടിയിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, ആ രീതിയിലാണ് അതിനെ പറയണേ. ഇതിൻ്റെ ഡെറിവേഷൻ എല്ലാം പോണത് ഫസ്റ്റ് ആ പോയിന്റിലോട് കൊടുത്തിട്ടുള്ള കേസ് വെച്ചിട്ടാണ്. അത് സ്റ്റാൻഡേർഡ് കേസായിട്ട് വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാം ഇവർ താഴേക്ക് പറയണേ. അപ്പോൾ ആ രീതിയിൽ ഇത് ഇമാജിൻ ചെയ്യുക. കാരണം ഗ്രൗണ്ട് സർഫസിലാണ് നമ്മുടെ ലോഡ് ഇരിക്കണേ. ആ പോയിന്റിന് താഴെ ഒരു ഇത്ര മീറ്റർ ഡെപ്തിൽ ഒരു പോയിന്റിലെ സ്ട്രെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ സ്ട്രെസ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അത് പല കേസിൽ ആദ്യം ഒരു പോയിന്റ് ലോഡ് വന്നപ്പോൾ പറഞ്ഞു, രണ്ടാമത് ഒരു സ്ട്രിപ്പ് ലോഡ്, അതായത് ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് പോലെ അങ്ങനെ വരുന്ന ഒരു ലോഡിങ്ങിൽ ആ ലോഡിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൻ്റെ ബിലോ ആയിട്ടുള്ളൊരു പോയിന്റിനെയും കണ്ടു. പോയിന്റ് വേറെ എവിടെയോ മാറി നിൽക്കുന്ന ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് ഇക്വേഷൻ. അടുത്ത കേസിന് സർക്കുലാർ ഏരിയ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഏരിയ ഒരു സർക്കുലാറാണ്. ആ സർക്കുലാർ ഏരിയയുടെ എക്സാക്ട് സെൻറ്ററിൽ, ആ സർക്കുലാർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് സർഫസിലാണ്. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ എവിടെയാണോ അതിൻ്റെ നേരെ താഴെ ഇസഡ് ഡെപ്തിലുള്ള ഒരു പോയിന്റ് പി, അവിടെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ്, അതായത് ഈ സർക്കുലാർ ഏരിയയിൽ ലോഡ് ആക്ട് ചെയ്യുമ്പം ആ സർക്കിളിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ നിന്ന് ഇസഡ് ഡെപ്ത് താഴെയുള്ള ഒരു പോയിന്റ് പി, ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ് ഈ താഴെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അതാണ് ഇതിനകത്തെ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം. കേസ് സെക്കൻഡ് തന്നില്ലേ പോയിന്റ് പി നോട്ട് ബിലോ ദി സെന്റർ ഓഫ് സ്ട്രിപ്പ്? അതല്ല ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അതിൽ പ്രോബ്ലം ഇല്ല. അതിന് പ്രോബ്ലം ഇല്ല. ഇല്ല, ചെയ്യിക്കണില്ല. കാരണം അത് യൂഷ്വലി സ്ട്രിപ്പിലോട് അങ്ങനെ ചോദിക്കാറ്. ഇതിനകത്ത് ഞാൻ ചോദിച്ച ഇതുവരെ കണ്ടാക്കുന്ന സർക്കുലാറും അതുപോലെ തന്നെ റിങ് ഉണ്ട്, റെക്ടാങ്കിള്, പോയിന്റ് ലോഡ്, ലൈൻ ലോഡ്. ഈ 4 കേസാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. സ്ട്രിപ്പ് ലോഡ് ഒരിടത്തും ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്തത് സർക്കുലാറാണ്. ഇതാണ് നമ്മുടെ സർക്കുലാർ ഏരിയ. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കുലർ ഏരിയ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, അതിന് നമ്മളൊരു എലമെൻറ്റ്, അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്ന Q ആണ്. Q കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി ഈ സർക്കുലർ ഏരിയയിൽ. അപ്പം ആ സർക്കിളിൻ്റെ എക്സാക്ട് ആ സെൻറ്ററിൻ്റെ ബിലോ ഒരു പോയിന്റ് P, അത് Z മീറ്റർ ഡെപ്തിലാണ്. ഗ്രൗണ്ട് സർഫസിലാണ് നമ്മുടെ ആ സർക്കുലർ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നിന്നും Z ഡെപ്ത് താഴെയുള്ളൊരു പോയിൻ്റാണ് P. ആ പോയിന്റിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: Q × 1 - 1 / R / Z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അതിൽ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഈ Z എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണുന്നത് ആ സ്ട്രെസ്സാണ്. ഓക്കെ, ദെൻ ഇനി ഒരു ആംഗിൾ ഉണ്ട്. ഈ ഏരിയയുടെ 2 സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ ആ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 2θ. ഇനി ഈ ഇക്വേഷനെ വേറൊരു രീതിയിൽ എഴുതാം: IC × Q. IC എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻ്റ് ആണ്, ഈ ബ്രാക്കറ്റിലുള്ള ടേം. ആ ടേമിനെ നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഹെഡിങ് ഇത് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സർക്കുലർ ഏരിയ. ഓക്കെ, ഇക്വേഷൻ എഴുതിയോ? ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, Q × 1 - പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1/1 + R / Z. അല്ല, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ സർക്കുലർ ഏരിയയുടെ റേഡിയസ് ആണ്. Z എന്ന് പറഞ്ഞാൽ പോയിന്റിലെ ഏത് പോയിന്റിലാണോ സ്ട്രെസ് കാണേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഡെപ്ത് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് ആണ്, നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ദെൻ ഹോൾ റേസ് ടു 3/2 ഉണ്ട്. ഇനി ഈ R / Z തരാതെ നമുക്ക് തീറ്റ തന്നാലും ഈ പ്രോബ്ലം ചെയ്യാം. അപ്പം R / Z ഈ ഫിഗറിൽ നോക്കി അറിയാം, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ 2θ ആണ്. അപ്പോൾ R / Z എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? tan θ ആണ്. അപ്പം R / Z-ന് tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ tan θ കൊടുത്തിട്ട് എഴുതിയേക്കുന്ന ഇക്വേഷനാണ് ഈ താഴെ എഴുതിയേക്കണേ. സിഗ്മ Z = Q × 1 - 1/1 + tan² θ ഹോൾ റേസ് ടു 3/2.
എഴുതിയോ? ആ 2 ഇക്വേഷൻ എഴുതണോ മിസ്സേ? രണ്ട് ഇക്വേഷനും എഴുതി വെച്ചോളാം. ആർ ബൈ സെഡിന് ടാൻ തീറ്റ വരും. അതെങ്ങനെ വന്നെന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലായോ? ഈ ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് പോയിന്റ് പിയിൽ നിന്ന് നമ്മുടെ ഏരിയ ഏതാണോ ആ ഏരിയ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 2 തീറ്റ. അപ്പം നമ്മൾ ആർ ബൈ സെഡ് എടുക്കുമ്പോൾ എന്ത് വരും? ഈ ചെറിയ ആംഗിളാണ്. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ, അപ്പോൾ ആർ ബൈ സെഡ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഓർത്തിരിക്കാൻ, സപ്പോസ് ഇനി തീറ്റ തന്നാൽ ചോദിക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാമല്ലോ. തീറ്റ തന്ന് ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. ആറും റേഡിയസും ഇസഡും നമുക്ക് തരും. ഇതിനൊക്കെ ശരിക്കും ഈ ഒരു ടേബിൾ വാല്യൂസ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് IC, നമുക്ക് ആ ടേബിളിൽ ഇതിൻ്റെ വാല്യൂസ് ഉണ്ട്. പല ആർ ബൈ ഇസഡിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ടാൻ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, പല തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ ബൈ ഇസഡ് വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ടാൻ തീറ്റ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം, IC വാല്യൂസ് കണ്ടുപിടിക്കാം. അതിനൊരു ടേബിൾ ഉണ്ട്. നമുക്ക് ആ ടേബിൾ അറ്റസ്റ്റ് ചെയ്ത് കയറ്റാനുള്ള പ്രൊവിഷൻ ഇല്ല. നമ്മൾ യൂഷ്വലി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയോ? ഇല്ല. എക്സാമിന് 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിക്ക്. ഞങ്ങക്ക് ജയിക്കാനുള്ളതെന്ന് പറഞ്ഞു തന്നാൽ മതി. ഉറപ്പായിട്ടും പറഞ്ഞുതരാന്നേ, ആദ്യം പഠിപ്പിച്ച് തീർക്കട്ടെ. കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഒരു കാൽക്കുലേറ്റ് VS എന്ന് എഴുതിയേക്കണ വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. കാൽക്കുലേറ്റ് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് P at a depth of 2.5 meter directly under the center of circular area of radius 2 meter subjected to a load of 100 kilonewton per meter square. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സർക്കുലർ ഏരിയ ആണ്. ആ സർക്കുലർ ഏരിയയിൽ ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 100 അല്ലേ? 100 kilonewton per meter square. അപ്പം സ്ട്രിപ്പ് ആണെങ്കിലും സർക്കുലർ ആണെങ്കിലും നിങ്ങൾ നോക്കുക, തരുന്ന ലോഡ് kN per meter സ്ക്വയറിലാണെന്ന് ഉറപ്പ് വരുത്തണം. പെർ ഏരിയയിലുള്ള ലോഡായിരിക്കും തരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞാണ് അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ R എത്രയാണ്? 2 മീറ്റർ ആണ് റേഡിയസ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡെപ്തിൽ നിന്നാണ് പറഞ്ഞേക്കണേ? ഇസഡ് 2.5 മീറ്റർ ഡെപ്തിലുള്ള പോയിന്റിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അറിയാം. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് R ബൈ Z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഇത് ചെയ്യുക. ഒരു 5 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് പഴയ സ്കീമിൽ. ഹോൾ റൈസ് ടു 3/2 ആണ് മാം. ആ ഹോൾ റേസ് ടു എല്ലാത്തിനും 3/2 കൂടിയിട്ടാണ്. ഇത് ഈ ടൈം ഇത്രയും ടൈമിന് 1/1 + r/z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അപ്പം 1/3/2 എന്ന് പറഞ്ഞാലും 1 തന്നെയല്ലേ ഉള്ളൂ. താഴത്തെ ടൈമിൽ മാത്രം വന്നാലും തെറ്റിപ്പോകില്ല അത്. So 52.3860 50 to 52.3860. 52.38. എല്ലാവർക്കും കിട്ടിയോ 52? യെസ്. ഓക്കെ. ഇനിയുള്ളത് വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു യൂണിഫോം ലോഡ് ഓൺ എ ആനുലാർ ഏരിയ അല്ലെങ്കിൽ ഒരു റിംഗ് ഫൗണ്ടേഷൻ. അതായത് റിംഗ് ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് വരണേന്ന്. ഓക്കെ, റിംഗ് ആണ്. റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഉള്ളിൽ ഹോളോയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ ഉള്ളിൽ ഹോളോ ആയി വരുന്ന ഏരിയ, ഇത്ര പോർഷനിൽ മാത്രമാണ് എന്ത് സർഫസ് ഇത് സോയിലുള്ളൂ, ബാക്കി ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. അങ്ങനെയുള്ളൊരു റിംഗ് ഫൗണ്ടേഷനിൽ ഈ ഒരു ആനുലാർ പോർഷനിൽ ഈ ഒരു റിങ്ങിൽ മാത്രമാണ് ലോഡുള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി Q kN/m² ആണ്. അങ്ങനെയെങ്കിൽ അവിടെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഞാൻ താഴെ എഴുതി തരാം. ചെറിയൊരു എനിക്ക് കാണാൻ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇക്വേഷൻ ഇതാണ്. σz = സർക്കുലാർ പോലെ തന്നെയാണ്.
Q into 1 minus 1 by 1 plus A0 by Z whole square whole raised to 3 by 2 minus Q into 1 minus 1 by 1 plus AI by Z whole square whole raised to 3 by 2. ഇതാണ് ഇക്വേഷൻ. പറഞ്ഞുതരാം എന്താന്ന്. ബ്രേക്കിന്റെ ടൈം ആയി. തരാം ബ്രേക്കിന് വിടാം. ഇതും കൂടെ ഇത് ഇക്വേഷൻ എഴുതിയോ? Q എന്ന് പറഞ്ഞാൽ ലോഡാണ്, അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. A0 എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് ആണ്. AI എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ് ആണ്. ഓക്കെ, ഇക്വേഷൻ എഴുതിയോ? Q into 1 minus 1 by 1 plus A0 by Z square whole raised to 3 by 2 minus Q into 1 minus 1 by 1 plus AI by Z whole square whole raised to 3 by 2. അതിൽ A0 AI എന്ന് പറഞ്ഞാൽ ആ ആനുലാർ റിങ്ങിൻ്റെ ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും ആണ്. ഓക്കെ, ഇതിന്റെ ആ ഹെഡിങ് എന്താണ് എഴുതേണ്ടത്? ഹെഡിങ് എന്തിനുള്ളതാണുള്ളത്? vertical stress due to uniform load on ring foundation or annular area. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്കിന് 10:35 50 ജോയിൻ ചെയ്യുമോ? 8:50 ഹലോ, മേഡം. ഓക്കെ, 8:50 ജോയിൻ ചെയ്യണേ. ഈ റിംഗ് ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. ഒരു റിംഗ് ഫൗണ്ടേഷനാണ്. എക്സ്റ്റേണൽ ഡയമീറ്റർ 3.6ഉം ഇൻറ്റേർണൽ ഡയമീറ്റർ 2.4ഉം. ഒരു യൂണിഫോം പ്രഷറാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് 135 kN/m² ആണ്. ആ യൂണിഫോം സർക്കുലർ ഏരിയയുടെ സെൻറ്ററിൽ നിന്നും 1.8 മീറ്റർ ഡെപ്തിലുള്ള ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കട്ടെ, മുഴുവനായില്ല. ഓക്കെ. ഓക്കെ. ഒരു റിംഗ് ഫൗണ്ടേഷൻ, അതിൻ്റെ ഇന്നർ ഔട്ടർ റേഡിയസ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് പെർ യൂണിറ്റ് ഏരിയയിലുള്ള ലോഡ് 135 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 1.8 മീറ്റർ ഡെപ്തിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ്, എക്സ്റ്റേണൽ ഡയമീറ്ററും ഇൻറ്റേർണൽ ഡയമീറ്ററും. അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് റേഡിയസ് ആണ്. A0 AI എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസുമാണ്. ഇസഡ് തന്നിട്ടുണ്ടായിരുന്നു 1.8 ആണ്. ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 135 kN/m² ആണ്. അപ്പം എല്ലാ വാല്യൂസും അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ്റ്റേണൽ റേഡിയസ് 3.6 അല്ലായിരുന്നു, ബൈ 2 എന്ന് പറയുമ്പോൾ 1.8 വരും. അടുത്തത് 2.4 ആയിരുന്നു, അപ്പോൾ 1.2 വരും ഇൻറ്റേർണൽ റേഡിയസ്. ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണം. So 30.04. 30.04 അത്രയും kN/m².
എല്ലാവർക്കും കിട്ടിയ ആൻസർ 30.03. ഹലോ, കിട്ടിയ ആൻസർ ഹലോ പറഞ്ഞോട്ടെ എടുത്തത്? യെസ് മാം. ഓക്കെ. ഇനി ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാമോ? എ വാട്ടർ ടാങ്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ എ സർക്കുലർ റിംഗ് ടൈപ്പ് ഫൗണ്ടേഷൻ. The ring is of 1.5 meter width and its external diameter is 8 meter. Calculate the vertical stress at 1.5 meter depth beneath the center of foundation if the pressure on the foundation is 150 kilopascal. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാമോ? ഈ റൈറ്റ് സൈഡിലുള്ള ക്വസ്റ്റ്യൻ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. ഈ രീതിയിലാണ് റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നത് യൂണിവേഴ്സിറ്റിക്ക്. എഴുതിയോ? എഴുതില്ല മിസ്. എഴുതിയില്ല, കുറെ ഉണ്ടെന്ന് നമ്മൾ എഴുതാം. യെസ്, എഴുതി. ഓക്കെ. ഇതിനകത്ത് റിംഗ് ആണ്, സർക്കുലർ റിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ടാങ്കിൻ്റെ ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ വിഡ്ത്താണ് നമുക്ക് തന്നിരിക്കുന്ന 1.5, എക്സ്റ്റേണൽ ഡയമീറ്റർ 8 മീറ്റർ. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം ഇൻറ്റേർണൽ ഡയമീറ്ററോ റേഡിയസോ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം വിഡ്ത്താണ്, ആ റിങ്ങിൻ്റെ വിഡ്ത്താണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ആ റിങ്ങിൻ്റെ ഇൻറ്റേർണൽ റേഡിയസോ ഡയമീറ്ററോ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് പ്രഷർ തന്നിരിക്കുന്നത് കിലോ പാസ്കലിലാണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 150 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ വരും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇത് സിമ്പിൾ വെച്ചാൽ വിട്ട് തന്നേക്കണമെന്ന് മാത്രമല്ല, ആ റിങ്ങിൻ്റെ വിട്ടാണ് തന്നേക്കുന്നത്.
വിഡ്ത്താണ് നമുക്ക് തന്നേക്കണേ 1.5. എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട് 8 മീറ്റർ ആണെന്ന്. അതിൽ നിന്ന് A0 കിട്ടും 8/2 ആണ്. AI ഇൻറ്റേർണൽ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ 4 - എന്ത് ചെയ്താൽ മതി? 1.5. അതായത് 4 എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ഇതിൻ്റെ റേഡിയസ് ആണ്. അതിൽ നിന്ന് ഈ 1.5 കുറച്ചാൽ നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. ദെൻ A0 AI കണ്ടുപിടിച്ചാൽ ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ 2 or 3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂയിൽ ഡയമീറ്ററിലും ഇതിലൊക്കെ വേരിയേഷൻ വരുത്തി 2 or 3 പ്രാവശ്യം പഴയ സ്കീമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മനസ്സിലായോ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, സർ 13.93 kN/m². ആണോ? 13 പോയിന്റ് ആൻസർ. ഇതിൽ വ്യത്യാസം ഇതുള്ളൂ. ഇതാണ് ഇതിനകത്ത് മാക്സിമം വ്യത്യാസം വരുത്തി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. റിങ്ങിൻ്റെ വിഡ്ത്ത് വരും. എല്ലാവർക്കും കിട്ടിയോ 13.9? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. യൂണിറ്റ്സ് എല്ലാം സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ആൻസറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട അതേ ഫോർമാറ്റിലാണോ ഡേറ്റാസ് തന്നിരിക്കണേന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പറയട്ടെ. കിട്ടിയോ എല്ലാവർക്കും? ഹലോ, ഓക്കെ. ഇനി 2 കേസും കൂടെ ഉണ്ട് ഇതുപോലെ.
അടുത്തത് ലൈൻ ഓഫ് ലോഡാണ്. വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു ലൈൻ ഓഫ് ലോഡ്. വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു ലൈൻ ഓഫ് ലോഡ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മളൊരു ഏരിയയിൽ ലോഡ് ആക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇനി ഏരിയയിലല്ല, ഒരു ഇൻഫിനിറ്റ് ലെങ്ത്തിൽ, അതായത് ഒരു പെർ മീറ്റർ ലെങ്ത്തിൽ ലോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ ഡെപ്ത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡെപ്ത്ത് താഴെയുള്ളൊരു പോയിന്റ് പി, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് XYZ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് കാണാനുള്ള ഇക്വേഷനാണിത്. സിഗ്മ Z is equal to 2q dash into 2q dash by pi z into 1/1 plus x by z whole square. ലൈൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ്, അതായത് പെർ യൂണിറ്റ് ലെങ്ത്തിലാണ് ലോഡ് ആക്ട് ചെയ്യണേ. അങ്ങനെ യൂണിറ്റ് ലെങ്ത്തിൽ സർഫസിൽ ലോഡ് ആക്ട് ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ഡെപ്തിലുള്ളൊരു പോയിന്റ്, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ XYZ ആണ്. അങ്ങനെ കോർഡിനേറ്റ് ഉള്ള ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ Z എന്ന് പറഞ്ഞാൽ 2q dash by pi z into 1/1 plus x by z whole square. q dash എന്ന് എഴുതാൻ കാരണം ബാക്കി എല്ലായിടത്തും നമ്മൾ അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് ആ ലോഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് q dash കൊടുത്തത്. ഇതിന്റെ ഹെഡിങ് പോലെ എന്താ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ്? വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു ലൈൻ ലോഡ്. ഏത് കണ്ടീഷനിലാണ് മാം ഇങ്ങനെ ഒരു ലോഡ് വരുന്നത് പ്രാക്ടിക്കലി? ഇപ്പം എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം പ്രാക്ടിക്കലി എങ്ങനെയാണ് വരുന്നതെന്ന്. ഇക്വേഷൻ താഴെ. ഇത് ശരിക്കും ഒരു വാൾ ഫൗണ്ടേഷനിൽ ബൗണ്ടറി വാൾ കെട്ടി ആ ഇതിൽ ആക്ട് ചെയ്യണ ലോഡ് അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെയിൽവേ എംബാക്ക്മെൻറ്റ്, പൈപ്പ് ലൈൻ, അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ലോഡിങ് നമ്മൾ പറയുന്നത്. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ പറയും റെയിൽവേയിലെ എംബാക്ക്മെൻറ്റ്, പൈപ്പ് ലൈൻസ്, അങ്ങനെയുള്ള പോകുന്ന പൈപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർ മീറ്റർ ലെങ്ത്തിൽ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഓഫ് ലോഡായിരിക്കും പോകുന്നതെന്നുള്ള കണ്ടീഷനിൽ. അതുപോലെ തന്നെ റെയിൽവേയിലും ത്രൂ ഔട്ട് ദ ലെങ്ത്ത്, ഏരിയ അല്ല കൺസിഡർ ചെയ്യണത്, ലെങ്ത്ത് ലൈൻ ഓഫ് ലോഡായിട്ട് ആക്ട് ചെയ്യണ പോലെ. അങ്ങനെ ലോഡ് ആക്ട് ചെയ്യുമ്പം ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൻ്റെ ഡൗൺവേർഡ് ഒരു Z ഡെപ്തിലൊരു പോയിന്റ്, ആ പോയിന്റ് Z ഡെപ്തിലാണ്, അതിനൊരു കോർഡിനേറ്റ്സും കൂടെ ഉണ്ട്, XYZ കോർഡിനേറ്റ്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ആ പോയിന്റ് ഇരിക്കണമെങ്കിൽ ആ പോയിന്റിലെ സ്ട്രെസ്. ഓക്കെ, ഇനി ഈ പോയിന്റ് സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വെർട്ടിക്കലി ബിലോ ദി ലൈൻ ഓഫ് ലോഡ് ആയിരുന്നു എങ്കിൽ, അതായത് ഈ ലൈൻ ഓഫ് ലോഡ് ഇരിക്കണു, ആ ലൈൻ ഓഫ് ലോഡിൻ്റെ എക്സാക്ട്ലി
എങ്ങനെയാണ്? ഇതാണ് ലൈൻ ഓഫ് ലോഡ്. ആ ലൈൻ ഓഫ് ലോഡിൻ്റെ നേരെ താഴെ ആണ് നമ്മുടെ സ്ട്രെസ്സ് കാണേണ്ട പോയിന്റ് എന്ന് വിചാരിക്കുക. അതായത് ഈ ലൈൻ ഓഫ് ലോഡിൻ്റെ നേരെ താഴെ ആണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് വ്യത്യാസമായിരിക്കും വരിക? ലൈൻ ഓഫ് ലോഡ്, നമുക്ക് ലൈൻ ഓഫ് കാണുന്ന സ്ട്രെസ്സ് കാണേണ്ട പോയിന്റ്, സപ്പോസ് ആ ലൈൻ ഓഫ് ലോഡിൻ്റെ എക്സാക്ട്ലി വേർട്ടിക്കലി ബിലോ ആണ്, എക്സാക്ട്ലി നേരെ താഴെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഇരിക്കണതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ആ ഇക്വേഷനിൽ എന്ത് വ്യത്യാസമാണ് വരിക? y/z ആണോ വരിക? x/z സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അത് തന്നെ. y എന്ന് പറയുന്നതിൽ അതിനകത്ത് ഇൻഫ്ലുവൻസേ ഇല്ല. y കോർഡിനേറ്റിലാണ് ആ ലോഡ് ഇരിക്കണേ അല്ലേ? ഇതാണ് y, ഇത് x, ഇത് y. വൈയുടെ നേരെ താഴെ, അതായത് ഈ ഒരു പ്ലെയിനിൽ നേരെ താഴെയാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക, ഈ ലോഡിൻ്റെ നേരെ താഴെ. ഈ y ഇതിലിരിക്കുമ്പം എന്ത് കോർഡിനേറ്റാ? 0. x 0 ആണ് അല്ലേ? ഒരു x ഡിസ്റ്റൻസ് എടുക്കാനുണ്ടാവില്ല ഈ y പ്ലെയിനിലിരിക്കുമ്പോൾ. അപ്പോൾ ആ y പ്ലെയിനിൽ നേരെ താഴെയാണ് ആ ലോഡ് ഇരിക്കുന്നത്, ആ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ x എന്ന് പറയുന്ന കോർഡിനേറ്റ് 0 ആയിരിക്കും. x 0 ആയി കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ്ലി എന്തായി പോകും? 0 ആയിപ്പോവും. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 2q' by pi z. പോയിന്റ് പി വെർട്ടിക്കലി ബിലോ ദി ലൈൻ ലോഡ് ആണെങ്കിൽ, ലൈൻ ലോഡിന് നേരെ താഴെ ഒരു ഡെപ്തിലാണ് ആ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ, ക്ലിയർ ആയോ പറഞ്ഞത്? ഹലോ, മനസ്സിലായോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ എങ്ങനെ പറയും? ഇത് ഫിഗർ മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു y ഡയറക്ഷൻ, അതായത് ലൈൻ ഓഫ് ലോഡാണ്, അതായത് പെർ മീറ്റർ ലെങ്ത്തിലെ ലോഡാണ്. ആ ലോഡ് ഇൻഫിനിറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്, അല്ലാതെ പർട്ടിക്കുലർ ഒരു വിട്ടിലല്ല. നമ്മൾ സ്ട്രിപ്പ് ചെയ്തപ്പോഴാണെങ്കിലും എന്താണ്, ഒരു പർട്ടിക്കുലർ വിട്ട് ഉണ്ടായിരുന്നു, ആ ലോഡിന് ഒരു വിട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ്റെ വിട്ട് എത്രയാണോ ആ വിട്ടിലായിരുന്നു ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ലോഡ് ഇൻഫിനിറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് അതിനെ ലൈൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത്. അത് ആക്ട് ചെയ്യുന്നത് ഈ പ്ലെയിനിലാണ്, y എന്ന് പറയുന്ന ആക്സിസിലൂടെയാണ് അത് പോകുന്നത്. അപ്പം അങ്ങനെ ലൈൻ ഓഫ് ലോഡ് ആക്ട് ചെയ്യുമ്പം ഒരു z ഡെപ്തിലുള്ളൊരു പോയിൻ്റാണ് P. ആ പോയിന്റ് പക്ഷേ ഇരിക്കുന്ന കോർഡിനേറ്റ് ഉണ്ട്, പോയിന്റിന് x/z അങ്ങനെ ഒരു ഡിസ്റ്റൻസ് മാറിയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. എക്സിൽ നിന്നും വൈയിൽ നിന്നും ഡൗൺവേർഡും ഒരു ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിലെ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതിയത്. 2q' by pi z into 1/1 plus x/z whole square എന്ന് എഴുതിയത്. ഞാൻ പറഞ്ഞ കേസ് ഈ ലൈൻ ഓഫ് ലോഡ് കണ്ടോ, ഈ ലൈൻ ഓഫ് ലോഡിൻ്റെ നേരെ താഴെ ഈ സെയിം ലൈൻ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണോ അതിന് നേരെ താഴെ z ഡെപ്തിലുള്ളൊരു പോയിന്റാണെന്ന് വിചാരിക്കുക. നമ്മുടെ പോയിന്റ് P എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് വരുന്നത് ലൈൻ ഓഫ് ലോഡിന് നേരെ താഴെ. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റിലെ സ്ട്രെസ് ആണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ പിയുടെ x 0 ആയിരിക്കും, y ഒരു വാല്യൂ കാണും, z കാണും അല്ലേ? അപ്പം x 0 ആയി കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാ. x 0 ആകുമ്പോൾ ഈ ടൈം കംപ്ലീറ്റ്ലി 0 ആവും. ബാക്കി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരുള്ളൂ? 2q' by pi z. y എന്ന് പറയുന്ന ആ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ലൈനിനെ അത് എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല സ്ട്രെസ്. അതാണ് പറയുന്നത്. ഈ ബോസനസ് ഇക്വേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പറയുന്നതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസാണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് ഈ ഒരു പാറ്റേണിൽ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല.
നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് അത് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നൊന്നും നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റത്തില്ല. അതൊക്കെ അതിൻ്റെ ഡ്രോബാക്കുകളാണ്. അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളാണ് വൺസ് അത് ഡിറൈവ് ചെയ്തപ്പോൾ. ഇനി ഇത് കൂടാതെയും വേറെ മെത്തേഡ്സ് ഉണ്ട് വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ. ന്യൂമാർ ചാർട്ട് ഉണ്ട്, ഫാഡം ചാർട്ട് ഉണ്ട്, പിന്നല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് യൂസിങ് ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ഉണ്ട്, 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്. അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചേക്കുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? പോയിന്റ് പി എന്ന് പറയുന്നത് വെർട്ടിക്കലി ലൈൻ ഓഫ് ലോഡിനെ എക്സാക്ട്ലി ബിലോ ആണ് എങ്കിൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് നിങ്ങൾ ഈ സെക്ഷനിൽ നിന്നൊക്കെ മാക്സിമം പഠിച്ചു വെക്കുക. കാരണം പഠിച്ചു വെച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ, കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാതെ. പിന്നെ ഈ മൊഡ്യൂളിൽ ഇനിയുള്ളത് വെർട്ടിക്കൽ സ്ട്രെസ് തന്നെ കാണാനായിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂമാർ ചാർട്ട് ഉണ്ട്, റെക്ടാങ്കുലർ ഏരിയയുടെ വരുന്നുണ്ട്, 2 ഇക്വലന്റ് പോയിന്റ് ലോഡ് ഉണ്ട്, 2:1 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു മെയിൻ ടോപ്പിക്ക് ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊരു പ്രോബ്ലം ഷുവറാണ്. പിന്നെ ഒരു ടോപ്പിക് ഉള്ളത് കോമ്പാക്ഷൻ ആണ്. അപ്പം ഇത്രയും ടോപ്പിക് ഉണ്ട് ഈ മൊഡ്യൂൾ. അപ്പോൾ ഇത് ഏതെങ്കിലും 2 പഠിച്ച് ഒരെണ്ണം ഒമിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മിക്കവാറും പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും. ടോട്ടൽ മാർക്ക് 14 ആണെങ്കിൽ ആ 14 മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 or 3 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും പാർട്ട് ബിയിൽ വരിക. നമുക്ക് പാർട്ട് ബിയിൽ ആ 3 ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ 3 ആയിരിക്കും ചോദിക്കുക. എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക അവർ. ഇവർക്ക് ഈ GT1 ക്വസ്റ്റ്യൻസിന് നമുക്ക് ക്ഷാമമില്ല. ജിയോടെക്കിനൊന്നും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറയാം എക്സാം ആകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസിക് ഇക്വേഷനും റിലേഷനും അതിൻ്റെ പ്രോബ്ലമാണ്. ഒരു കാലത്തും അത് പഠിക്കാതെ പോകരുത്. അത് നിർബന്ധമായും പഠിക്കും. അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. കാരണം ആ പോർഷൻ നമുക്ക് പഠിച്ചാൽ ഇനി ഈ മൊഡ്യൂളിൽ വരുന്ന ഒരു ഇഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മൊഡ്യൂളിൽ നിന്ന് അത് പഠിച്ചാൽ എഫക്റ്റീവ് സ്ട്രെസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇവിടെ ലോഡിൻ്റെ യൂണിറ്റ് kN/m ആണ്. അത് ഓർത്ത് വയ്ക്കുക. ലൈൻ ഓഫ് ലോഡ് എന്ന് കണ്ടാൽ അതിൻ്റെ യൂണിറ്റ് kN/m ആണ്. ബാക്കി സ്ട്രിപ്പ് ലോഡാണെന്ന് പറഞ്ഞാലും സർക്കുലർ ആണെന്ന് പറഞ്ഞാലും റിംഗ് ആണെന്ന് പറഞ്ഞാലും ഇനി നമ്മൾ ചെയ്യാൻ പോണ റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ ലോഡ് kN/m². ആണ്. ഈ റിംഗ് ലോഡ് എന്നൊക്കെ പറയണ ഒരു വെല്ലിന് ചുറ്റും അങ്ങനെ നമുക്ക് വേണേൽ പറയാം. അതാ യൂണിറ്റ് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അത് പെർ മീറ്റർ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. അത് എൻ്റെ യൂണിറ്റ് kN/m. അതിന് തിരിച്ചറിയാൻ വേണ്ടി ആ Q' എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലായിടത്തും Q ഇടുമ്പോൾ യൂണിറ്റ് ആരും ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ അത് സ്പെഷ്യലി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് Q' അവിടെ കൊടുത്തേക്കണത്. അല്ലെങ്കിൽ പിള്ളേരെല്ലാം ചെയ്യുമ്പം യൂണിറ്റ് നോക്കില്ല, ചുമ്മാ അങ്ങോട്ട് എഴുതി വയ്ക്കും കുറേ ഇക്വേഷനകത്തിട്ട്. തെറ്റിപ്പോവും അപ്പോൾ ആൻസർ. യൂണിറ്റ് ലോഡാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പെർ മീറ്റർ ലെങ്ത്തിലെ ലോഡാണ്. അതുകൊണ്ട് അതിന് ആ സിമ്പിൾ ഒന്ന് മാറ്റി കൊടുത്തു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഒരു ലൈൻ ഓഫ് ലോഡ് 120 Q' ലോഡ് തന്നിട്ടുണ്ട്. ആ ലോഡ് kN/m ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ലോഡ് kN/m 120 തന്നിട്ടുണ്ട്. Y ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യണേന്ന് പറഞ്ഞു. ഇനി വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ XZ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 2 മീറ്ററും 3.5 ആണ്.
അപ്പോൾ എക്സും ഇസഡും അറിയാം, ക്യൂ ഡാഷ് അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. കിട്ടിയോ? 12.4 കിട്ടിയോ? ഓക്കെ. ഓക്കെ, പറഞ്ഞിട്ട് അടുത്തത്. ഇനി റെക്റ്റാങ്കുലർ ഏരിയയും കൂടെ ഉണ്ട്, ഇതും കൂടെ പറയട്ടെ. ഇതെനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറയണം. അതിനകത്ത് പറഞ്ഞു വിട്ടിട്ട് പ്രോബ്ലം അടുത്ത ദിവസം ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞ് പ്രോബ്ലം ഒരുമിച്ച് ചെയ്യണോ? അടുത്ത ദിവസം പറഞ്ഞ് ഒരുമിച്ച് പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, ഇതിന് 3 കേസുകളുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയത് ഭയങ്കര രസമാണ്, അതാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു വിട്ടിട്ട് നാളെ ഇത് ഒന്നോടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ തൽക്കാലം റെക്റ്റാങ്കുലർ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി അതിനകത്ത് 1-2 തിയറി പോർഷൻസ് ഉണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വൈൻഡ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒറ്റ സ്ട്രെച്ചിൽ അത് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് പിന്നീട് അത് ഭയങ്കര മീൻസ് നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞ് ഇനി ഗ്യാപ്പിൽ എടുക്കുമ്പോഴേ പാടാം. അടുത്തൊരു ടേമാണ് ഐസോബാർ, ഇതിൽ കേട്ടിരുന്നാൽ മതി. ഐസോബാർ എന്ന് പറഞ്ഞാൽ കർവ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഇതുപോലെ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി മാർക്ക് ചെയ്താൽ ആ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി സെയിം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഈക്വൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് വരുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് ഐസോബാർ എന്ന് പറയുക. അതൊരു കോണ്ടൂറാണ്, കോണ്ടൂർ റെപ്രസെൻറ്റിങ് ഈക്വൽ സ്ട്രെസ്സസ്, അതിനെയാണ് ഐസോബാർ എന്ന് പറയും. ഇതൊരു സ്പേഷ്യൽ കർവാണ്, ഈ കാണിച്ചിരിക്കുകയാണ് ഒരു സ്പേഷ്യൽ കർവാണ്. അതിനൊരു ഒണിയൻ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബൾബിൻ്റെ ഷേപ്പാണ് നമുക്ക് യൂഷ്വലി അത് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അത് വെർട്ടിക്കൽ ആക്സിസ്, ലോഡ് ആക്ട് ചെയ്യുന്നത് ഏത് ആക്സിസിലാണോ വെർട്ടിക്കൽ ആക്സിസ്, ആ ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും ഈ ഐസോബാർ എന്ന് പറയുന്നത് വരുന്നത്. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഒരു ഐസോബാറിൻ്റെ ഇതാണ് ഐസോബാർ ഓഫ് പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി. നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് സിഗ്മ ഇസഡ് ഈക്വൽ ടു IB ഇൻറ്റു Q/Z². IB എന്ന് പറഞ്ഞാൽ ബോസ്നസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ പോയിന്റ് ലോഡ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്
നമ്മൾ ഐസോബാർ വരയ്ക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ് ഒരു ഐസോബാർ ഓഫ് ഇൻറ്റൻസിറ്റി 0.1 Q പെർ യൂണിറ്റ് ഏരിയ, അതായത് 0.1 ഇൻറ്റു ലോഡ് പെർ യൂണിറ്റ് ഏരിയയിലുള്ള ഒരു ഐസോബാർ നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് 0.1 ഇൻറ്റു Q. ഓക്കെ, 0.1 ഇൻറ്റു Q എന്ന് പറയുന്നത് ഈ ഇക്വേഷനോട് ഇക്വലേറ്റ് ചെയ്യും, എന്നിട്ട് IBയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പം 0.1 Z², അതായത് പല ഡെപ്തിലുള്ള വാല്യൂസ് നമുക്ക് ഈ ബിസിനസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിൻ്റെ പല ഡെപ്തിലെ വാല്യൂസ് നമുക്ക് ഈ ഐസോബാറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത് ഐസോബാർ നമ്മൾ ഏത് സ്ട്രെസ് ഇൻറ്റൻസിറ്റിയിലാണോ പ്ലോട്ട് ചെയ്യുന്നത് ആ സ്ട്രെസ് ഇൻറ്റൻസിറ്റിയിലുള്ള ബിസിനസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് നമുക്ക് ഐസോബാറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് പ്രഷർ ബൾബ്. പ്രഷർ ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസോബാർ എന്ന് പറയണത് ശരിക്കും എന്താണ്, ലോഡിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വേരിയസ് പോയിന്റിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഐസോബാർ. വെർട്ടിക്കൽ ലോഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോഡ് കൊണ്ട് എത്രത്തോളം ഡെപ്തിൽ സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഐസോബാർ യൂസ് ചെയ്യുക. അപ്പം ഈ സ്ട്രെസ്സ് കൊണ്ട് സ്ട്രക്ചറിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അപ്പം ഏത് സോൺ വരെയാണോ ഈ സ്ട്രെസ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്ട്രക്ചറിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നത് ആ സോണിനെയാണ് നമ്മൾ പ്രഷർ ബൾബ് എന്ന് പറയുക. ഏത് സോണിൽ വരെയാണോ ഈ സ്ട്രെസ്സ് എങ്ങനെയാണ് കുറച്ച് എക്സ്റ്റെൻഡഡ് ആണ്, നമുക്ക് കുറച്ച് പോർഷൻ വരെ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഏത് സോൺ വരെയാണോ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് ആ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്ട്രക്ചറിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏത് സോണിലാണോ ആ സോണിനെയാണ് നമ്മൾ പ്രഷർ ബൾബ് എന്ന് പറയുക. ഓക്കെ, ഈ രണ്ട് ടേം 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്രഷർ ബൾബും ഐസോബാറും. പിന്നെ അടുത്തൊരു സാധനമാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട്. നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു മെത്തേഡാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട്. ഓക്കെ, നമ്മൾ ഇപ്പം ഇത്ര നേരം കണ്ടുപിടിച്ചത് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പല കേസിൽ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടതെന്നാണ്. ഇത് ന്യൂമാർക്ക് ഇൻഫ്ലുവൻസ് ചാർട്ട് എന്ന് പറയുന്ന അനദർ മെത്തേഡാണ്. ഇതിലെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് 9 സർക്കിളും ഒരു ഹാഫ് സർക്കിളും ആണുള്ളത്. 9½ സർക്കിൾസ് ആണ്. 9 ഫുൾ സർക്കിളും ഉണ്ട്, ഒരു ഹാഫ് സർക്കിളും, 10ാമത്തെ സർക്കിൾ ഫുള്ളി ഇല്ല. ഓക്കെ, എന്നിട്ട് നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബിസിനസ് ഇൻഫ്ലുവൻസ് ചാർട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ബിസിനസ് ഇൻഫ്ലുവൻസ് ചാർട്ട് നമ്മൾ ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പിലുള്ള ലോഡഡ് ഏരിയ. നമ്മൾ ലോഡ് ചെയ്യുന്ന ഏരിയ ഇപ്പം നമ്മൾ പഠിച്ചതെല്ലാം സർക്കുലർ, റെക്റ്റാങ്കിൾ, അങ്ങനെ ഷേപ്ഡ് ലോഡഡ് ഏരിയ ആയിരുന്നു. ന്യൂമാർക്സ് ചാർട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഇറഗുലർ ഏരിയ ആണ് ലോഡ് ചെയ്തേക്കണമെങ്കിൽ ആ ലോഡ് ചെയ്തേക്കുന്ന ഏരിയയിലെ ഒരു പർട്ടിക്കുലർ ഡെപ്തിലെ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇറഗുലർ ഷേപ്ഡ് ഏരിയയിലെ. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ vertical stress at a point below the loaded area of whatever the shape that may be. എന്ത് ഷേപ്പ് ആയിക്കോട്ടെ ആ ഷേപ്പിലുള്ള ഏതൊരു ലോഡ് വാല്യൂസും സ്ട്രെസ് വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 2 യൂസാണ്. ഒന്നാമത്തെ ഇറഗുലറി ഷേപ്ഡ് ലോഡഡ് ഏരിയ ചെയ്തിരിക്കുന്ന ഏരിയ, ലോഡ് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പ് ആണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഏരിയ, അതായത് ലോഡ് യൂണിഫോം ആവാം, പക്ഷെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പ് ആണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാം ന്യൂമാർക്സ് ചാർട്ട് വെച്ച്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 9 ഒരു ഹാഫ് സർക്കിളും ഉണ്ട്, 10th സർക്കിൾ കംപ്ലീറ്റ് ഇല്ല. എന്നിട്ട് വെർട്ടിക്കൽ സ്ട്രെസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, സിഗ്മ = I × N × Q. I എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. അത് യൂഷ്വലി ഈ ചാർട്ടിൽ വരച്ചിരിക്കുന്ന അതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0.005 ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്മോൾ ഏരിയ യൂണിറ്റ്സ് കവേർഡ് ബൈ പ്ലാൻ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. Q എന്ന് പറയുന്ന ലോഡ് ഇൻറ്റൻസിറ്റി. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ
നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ടാവും, അത് എന്ത് ഷേപ്പും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിലൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് ആ ഏരിയയുടെ അണ്ടറിൽ ഒരു പോയിന്റ് പി, ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം, അതിരിക്കുന്നത് ഇസഡ് ഡെപ്തിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പ്ലാൻ അത് എത്ര ഇതാണോ അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യും. സ്കെയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിൻ്റെ ലെങ്ത്ത്, സപ്പോസ് ആ പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് AB എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. നമുക്ക് ഡെപ്ത്ത് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററും ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആയോ? നമുക്ക് തന്നിരിക്കുന്ന പ്ലാൻ, ആ പ്ലാനിൻ്റെ ഡയമെൻഷൻ 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് ഇരിക്കുന്നത് 1 മീറ്റർ ഡെപ്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ട്രേസ് പേപ്പറിലേക്ക് ഈ പ്ലാനിനെ നമ്മൾ 2:1 എന്ന് പറയുന്ന സ്കെയിലിലേക്ക് മാറ്റി വരയ്ക്കണം. 1 മീറ്റർ ഡെപ്തിലെയാണ് പ്രഷർ കാണുന്നത്. ആ 1 മീറ്റർ ഡെപ്തിലെയാണ് പ്രഷർ കാണേണ്ടത്. അത് നോക്കുക, അത് നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. 1 മീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യണം. പ്ലാനിൻ്റെ ഡയമെൻഷൻ AB എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. സ്ട്രെസ് കാണേണ്ട പോയിന്റ് ഇരിക്കുന്നത് 1 മീറ്റർ ഡെപ്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യണം. പ്രഷർ കാണേണ്ടത് എത്ര ഡെപ്തിലാണ്? 1 മീറ്ററിലാണ്. ആ 1 മീറ്റർ സ്കെയിലാക്കി, ആ 1 മീറ്ററിനെ നമ്മൾ സ്കെയിൽ ചെയ്യണം. എങ്ങനെ സ്കെയിൽ ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്കെയിൽ ചെയ്ത് ഈ ലോഡഡ് ഏരിയനെ ഒരു ട്രേസ് പേപ്പറിലേക്ക് വരയ്ക്കണം. ക്ലിയർ ആയോ? 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ആ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിൻ്റെ ലെങ്ത്ത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലാണോ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റ് ഇരിക്കുന്ന ഡെപ്ത്ത്. അപ്പോൾ ആ ഒരു സ്കെയിലിൽ വേണം നമ്മൾ ഈ പ്ലാനിനെ, എൻ്റയർ പ്ലാനിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ട്രേസ് പേപ്പറിലേക്ക് വരയ്ക്കാൻ. വരച്ചതിന് ശേഷം ഈ ന്യൂമാർ ചാർട്ടിൽ കണ്ടോ ഒരു സെൻറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഈ പ്ലാൻ നമ്മൾ വരച്ചതിന് ശേഷം ആ പ്ലാനിലെ ഏത് പോയിന്റിലാണ് നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് ആ പ്ലാനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഡെപ്ത് കാണാതെ ആ സർഫസിൽ ഏത് പോയിന്റിലാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ പോയിന്റ് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ആ പ്ലാൻ നമ്മൾ വയ്ക്കണം. ഏത് പോയിന്റിലാണോ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ആ പ്ലാനിൽ കാണിക്കുക. ആ പ്ലാനിലെ ആ പോയിന്റ് ഈ സെൻറ്ററിൽ കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഈ പ്ലാൻ കംപ്ലീറ്റ്ലി ഈ സർക്കിളിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം എത്ര കംപ്ലീറ്റ് സർക്കിൾസ് ആ പ്ലാനിനെ കവർ ചെയ്തു എന്ന് കൗണ്ട് ചെയ്യാം. എത്ര നമ്പർ ഓഫ് സർക്കിൾസ് ഫുള്ളി കവേർഡ് റീജിയൻ ആയിട്ട് ആ പ്ലാനിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ എന്നിൻ്റെ വാല്യൂ, മുകളിൽ ഇട്ടേക്കണ എന്നിൻ്റെ വാല്യൂ. നമ്പർ ഓഫ് സർക്കിൾസ് കവേർഡ്, ആ പ്ലാൻ കൊണ്ട് എത്ര നമ്പർ ഓഫ് സർക്കിൾസ് കവർ ചെയ്ത് വന്നിട്ടുണ്ടോ ആ വാല്യൂ ആണ് എൻ. ക്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടാവും എത്ര ലോഡാണ് ആ ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഐ എന്ന് പറയുന്നത് പറഞ്ഞു, ഇത് യൂസ് ചെയ്യുമ്പം നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത് 0.005 ആണ്. അങ്ങനെയാണ് ന്യൂമാർ ചാർട്ട് വെച്ച് നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? ഇതൊക്കെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ന്യൂമാർ ചാർട്ട് എന്താണ്, ന്യൂമാർ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൊസീജിയറൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നതെന്ന് പ്രൊസീജിയർ ചോദിച്ച് കണ്ടിട്ടില്ല. ന്യൂമാർ ചാർട്ട് എന്താണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഹലോ, എല്ലാരും പോയോ? കട്ടായി പോയോ? കട്ടായി പോയോന്ന് ഓർത്തു. ഇന്നിപ്പോ സാച്ചുറേഷൻ ആയി തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ഇതിനകത്ത് 2 മെത്തേഡ് ഉണ്ട്. റെക്ടാങ്കുലർ ഏരിയ, ബിസിനസ് വെച്ചിട്ടുള്ള റെക്ടാങ്കുലർ ഏരിയയുടെയും കാണണം. ഇത് കൂടാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, അപ്രോക്സിമേറ്റ് മെത്തേഡ്.
അതും കൂടെ കഴിഞ്ഞാലാണ് ഈ വെർട്ടിക്കൽ സ്ട്രെസ് തീരുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് കൊണ്ട് അത് തീർക്കാം. പോയിന്റിലൂടെ ഇതൊക്കെ തിയറി ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. പ്രോബ്ലം ചെയ്ത് തന്നെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. പ്രോബ്ലം ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഞാൻ ഇട്ടേക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് നോക്കാനൊന്നും ഞാൻ പറ്റണ പോലെ മീൻസ് അവറിൽ കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പിലെങ്കിലും ഒന്ന് മറിച്ച് നോക്കണേ എന്താണെന്നുള്ളത്. അറിയാൻ തിരക്കാണ് എല്ലാവർക്കും, പക്ഷെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് കയറുക. കാരണം ഞാനിനി പറയണത് ബിസിനസ്സാണ്, റെക്ടാങ്കുലറാണ്. അപ്പോൾ ഇത്രയും നീളം ചെയ്തതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിലിടുക. ഓക്കെ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തോളാം. ഓക്കെ. താങ്ക് യു.